1824 കർണാടകത്തിലെ ഒരു ചെറിയ ഗ്രാമം. ധീരയായ റാണി ചെന്നമ്മയാണ് അവിടുത്തെ ഭരണാധികാരി. ഭർത്താവ് രാജാവ് മല്ലസർജിൻ ഏകമകനും മരണപ്പെട്ടതോടുകൂടി റാണി ശിവലിംഗപ്പ എന്ന മകനെ ദത്തെടുത്ത് രാജാവ് പ്രഖ്യാപിച്ചു. എന്നാൽ അധികാരമോഹത്തിൽ അന്ധരായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ദത്തെടുപ്പ് അനുവദിച്ചില്ല. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം, കിട്ടു പിടിച്ചെടുക്കുക. ഞങ്ങളുടെ ഭരണമാണ്, ഞങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് വിവേകമില്ല. ഇത് നിങ്ങളുടെ രാജ്യമല്ല, ഇത് കിട്ടൂരാണ്. ഇവിടുത്തെ ആചാരങ്ങളും നിയമങ്ങളും തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. ശിവലിംഗപ്പയാണ് ഇതിന്റെ യഥാർത്ഥ അവകാശി. അത് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവിടുത്തെ ആചാരങ്ങളും നിയമങ്ങളും തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, നിങ്ങളല്ല. രാജ്യം വിട്ടുകൊടുത്താൽ താങ്കൾക്ക് സുഖമായി ജീവിക്കാം, പെൻഷനും കിട്ടും. സ്വാതന്ത്ര്യത്തിന് വില പറയുന്നവരോട് ഞാൻ എന്താണ് ഉത്തരം പറയേണ്ടത്? മഹാറാണി, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ചെറിയ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിജയം എത്ര വലിയ സൈന്യമുണ്ടെന്നതിലല്ല, എത്ര വലിയ മനസ്സുണ്ടെന്നതിലാണ്. കിട്ടൂർ രാജ്യത്തെ ഭയപ്പെടാൻ പഠിച്ചിട്ടില്ല. ഇതൊരു യുദ്ധപ്രഖ്യാപനമായി ഞങ്ങൾ എടുത്തുകൊള്ളട്ടെ. അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്ന യുദ്ധമാണ് യുദ്ധപ്രഖ്യാപനത്തിന്റെ. നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടി പോരാടാം. നടന്ന ഈ പോരാട്ടത്തിന്റെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. ബ്രിട്ടീഷ് കളക്ടറായ സർ ജോൺ താക്കറെ കൊല്ലപ്പെട്ടു. എന്നാൽ പിന്നീട് വലിയ സൈന്യവുമായി ബ്രിട്ടീഷുകാർ തിരിച്ചു വരികയും റാണി ചിന്നമ്മ ജയിലിൽ വെച്ച് അന്തരിച്ചു. എങ്കിലും അവരുടെ ധൈര്യവും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രങ്ങളിൽ മായാത്ത അധ്യായമായി.